ഇന്ന് നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ തുടങ്ങിയവ. അതിന് പ്രായമോ ജെൻഡറോ ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് UAE ഡിഫറെൻറ്റ് ക്ലിനിക്സുകളിൽ നിന്ന് 8 വർഷത്തിലേറെയായി എക്സ്പീരിയൻസ് ഉള്ള ഇന്ന് മെഡിക്കെയറിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഹെഡായി പ്രവർത്തിക്കുന്ന മിസ് ഹെൽനയാണ്. ഹെൽന മാത്യുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഹെൽന. നമസ്കാരം. ഇപ്പോൾ മെഡിക്കെയറിലാണ് അല്ലേ? എന്താണ് ഫിസിയോതെറാപ്പി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ? ഫിസിയോതെറാപ്പി തിരഞ്ഞെടുക്കാൻ എൻ്റെ ഫാദർ തന്നെയാണ്. ആൾ ആയുർവേദത്തിൽ ഫാർമസിസ്റ്റ് ആയിരുന്നു. മകള് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ ഡോക്ടറായി കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഫിസിയോതെറാപ്പി തിരഞ്ഞെടുത്താണ്. പക്ഷേ ഞാൻ ഫിസിയോതെറാപ്പി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞാൻ അത്ര ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റൊന്നും അല്ലായിരുന്നു. പല ടൈമിലും എനിക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നീട് ഞാനത് മനസ്സിലാക്കിയപ്പം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നമ്മളുടെ സമൂഹത്തിൽ, സൊസൈറ്റിക്ക് ഒത്തിരി കാര്യങ്ങൾ, മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പെയിൻ മാറ്റാനായിട്ട് സാധിക്കും എന്നത് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനൊരു ഫിസിയോതെറാപ്പി എൻ്റെ ഒരു പ്രൊഫഷനേക്കാളും ഉപരി എൻ്റെ പാഷനായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഈ ഫിസിയോതെറാപ്പിയെ പറ്റി ആളുകൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഫസ്റ്റ് മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മസാജ് തെറാപ്പിസ്റ്റായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ്. ആക്ച്വലി മസാജ് തെറാപ്പിസ്റ്റ് വേറെയാണ്, ഫിസിയോതെറാപ്പിസ്റ്റ് വേറെയാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ കോഴ്സും പിന്നെ അതിനുശേഷം 6 മാസം ഇൻറ്റേൺഷിപ്പും കഴിയുമ്പോഴാണ് നമുക്ക് ആ ഡിഗ്രി കിട്ടുന്നത്. മസാജ് തെറാപ്പിസ്റ്റിന് അതിൻ്റേതായ വേറെ കോഴ്സാണ്. അപ്പോൾ മസാജും ഫിസിയോതെറാപ്പിയും രണ്ട് തന്നെയാണ്? രണ്ട് തന്നെ. പക്ഷേ ഫിസിയോതെറാപ്പിയിൽ നമ്മൾ മസാജ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതൊരു 10-5% മാത്രമാണ് മസാജിന് കോൺസെൻട്രേറ്റ് കൊടുക്കുന്നുള്ളൂ. അതുകൂടാതെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ്, എക്സസൈസ്, പിന്നെ കൂടുതലും പഠിക്കുന്നത് ബോൺ, മസിൽ, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഫിസിയോതെറാപ്പി എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും കാലയളവിൽ ഏറ്റവും ഒരു സക്സസ് മൊമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഈ നിമിഷം വരെ ഞാൻ സക്സസ് ആയിട്ട് ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതിലും. കാരണം എൻ്റെ ലൈഫ് തന്നെ ഞാൻ എൻ്റെ ഫിസിയോതെറാപ്പി പ്രൊഫഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഫസ്റ്റ് എൻ്റെ എയിം എൻ്റെ ക്ലിനിക്കിലെത്തുക എന്നുള്ളതാണ്. അത് എവിടെ വർക്ക് ചെയ്താലും. അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ പേഷ്യൻസിൻ്റെ റിക്കവറിയാണ് എൻ്റെ ഹാപ്പിനെസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത്? ഇതൊരു ഗുഡ് ക്വസ്റ്റ്യനാണ്. ഫിസിയോതെറാപ്പി ഞാൻ പറഞ്ഞ പോലെ ബോൺ, മസിൽ, നെർവ്, ഈ 3 കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അത് ഒരു ബോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന അസുഖമാണ്. അതേപോലെ തന്നെ സയാറ്റിക്ക, അതൊരു നെർവ് ഇഷ്യൂ ആണ്. അങ്ങനെയുള്ള പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് പൂർണ്ണമായിട്ടും റിക്കവറി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് ഒരു പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യാണ്, എനിക്ക് ഒരാഴ്ചയായിട്ട് ഒരു 10 കിലോ വെയിറ്റ് ഞാൻ ലോസ് ചെയ്തു, കണ്ടിന്യൂസ്ലി ഫീവർ ഉണ്ട്, ഞാൻ പെട്ടെന്നൊരു ഫ്രാക്ചർ എനിക്ക് സംഭവിച്ചു, ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണട്ടെ. അത് ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ല. സോ പിന്നെ നമ്മളുടെ UAE ഫിസിയോതെറാപ്പിക്ക് റെഫറൽസാണ് കിട്ടുക കൂടുതലും. അതായത് ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള GP ഡോക്ടറെ കണ്ട് റെഫറൽസിലൂടെയാണ് കൂടുതൽ ഫിസിയോതെറാപ്പി വരിക. പിന്നെ ഡയറക്റ്റും ഫിസിയോതെറാപ്പി അസസ്മെൻ്റ് എടുക്കാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ കേസ്. നമ്മൾ കൂടുതൽ ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ഈ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ. ഇതിൻ്റെ ശരിക്കുള്ള ഒരു കോസ് എന്താണ്? കാരണം എന്താണ്? നെക്ക് പെയിനെ പറ്റിയാണോ പറയേണ്ടത് അത് ബാക്ക് പെയിനെ പറ്റി? രണ്ടും. നെക്ക് പെയിനും ബാക്ക് പെയിനും UAE കൂടുതൽ വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കണ്ടിന്യൂസ്ലി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഒരു 7 hours 8 hours വർക്കിൽ സ്ട്രെസ്സിലാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഫിനാൻഷ്യലി അച്ചീവ് ആവാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രവാസിയായി മാറുന്നത്. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി വരുമ്പോൾ ഒരു ബോഡി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലും. ഇപ്പോൾ നെക്ക് പെയിൻ ആണെങ്കിലും ബാക്ക് പെയിൻ ആണെങ്കിലും സ്പോണ്ടൈലോസിസ്, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ട്, ബാക്ക് പെയിനും ലംബാർ സ്പോണ്ടൈലോസിസ് ഉണ്ട്. അത് രണ്ടും നമ്മൾ സിറ്റിംഗ് ജോബും അതേപോലെ കണ്ടിന്യൂസ്ലി ഉള്ള ജോബും റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബ് എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മളിരിക്കുന്ന പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പോസ്റ്റേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ്. അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ കണ്ടിന്യൂസ്ലി ഇരിക്കുമ്പോൾ അവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നില്ല. അപ്പം മസിൽസ് ടെൻഷൻ ആവുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ നെക്ക് മൂവ്മെൻറ്റ്സോ ബാക്ക് മൂവ്മെൻറ്റ്സോ കിട്ടുന്നില്ല. അപ്പോൾ അത് റെഡ്യൂസ് ആവും, നമ്മുടെ മൊബിലിറ്റി റെഡ്യൂസ് ആവുക ചെയ്യുന്നത്.
അത് ഇവഞ്ച്വലി നമ്മുടെ മെറ്റബോളിസം കുറയ്ക്കുന്നു. നമ്മളതിന് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരാൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ വർക്കിൽ മെറ്റബോളിസം കുറവാണ്. അപ്പോൾ നമ്മൾ റണ്ണിങ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന് മെറ്റബോളിസം കൂടുതൽ വേണം. അതായത് എക്സസൈസ് ഫോർമാറ്റിലോട്ടാണ് വരുന്നത്. പക്ഷേ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു സെഡൻറ്ററി കൈൻഡ് ഓഫ് വർക്കാണത്. അപ്പോൾ അവർ വേറെ സെപ്പറേറ്റ് ടൈം കണ്ടെത്തണം. എക്സസൈസിനും അവരുടെ ബോഡി ഫിറ്റ്നസ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം വർക്കിംഗ് അവർക്ക് കുറയ്ക്കാൻ പറ്റൂല. അപ്പോൾ അതിന് മുമ്പോ അതിന് ശേഷമോ അവർ പ്രോപ്പറായിട്ട്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ട്രെയിനിങ് ഇതറിയാവുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിൽ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ചില കേസസിൽ ഈ സർജറികൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പി ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. എന്ന് പറഞ്ഞിട്ട് എല്ലാ കേസിലും ഫിസിയോതെറാപ്പി ചെയ്ത് സർജറി ഒഴിവാക്കാൻ പറ്റൂല. അതാണ് ഞാൻ പറയുന്നത്. കസ്റ്റമൈസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഫ്രാക്ചറായി, അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്ത് അത് മാറുമെന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം മുട്ട് മാറ്റിവെക്കൽ, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു പക്ഷേ ഓവർ വെയ്റ്റ് കൊണ്ടാവാം, പിന്നെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മയും കൊണ്ടും വേറെ പാർശ്വഫലങ്ങളും കൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഫിസിയോതെറാപ്പി വഴി ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ സർജറി ഇന്ന് ഒഴിവാക്കാനും സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മളിൽ ഒരുപാട് പേര് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണ്. അവർ കണ്ടിന്യൂസ്ലി ചെയ്യുന്നു എന്ന് തോന്നിയ വല്ല മിസ്റ്റേക്സ് ഉണ്ടോ? അല്ലെങ്കിൽ അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? ഓഫ് കോഴ്സ് ഇന്ന് നമുക്ക് എപ്പോഴും ഇപ്പം UAE ഇന്നിപ്പോൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ പുറത്ത് പോയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലൈമറ്റ്. സോ ജിമ്മ് നമ്മളൊരു ഇൻഡോറായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ഒന്നും എക്സസൈസ് ചെയ്യാതിരുന്നാൽ അത് ഓവർ വെയ്റ്റിലിട്ടും ഭയങ്കര കോംപ്ലിക്കേഷനിലും വരും. പിന്നെ ഇപ്പോൾ ഫിസിയോതെറാപ്പി മാത്രമല്ല, ഫിസിയോതെറാപ്പി ഗൈഡൻസിൽ മാത്രം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൊന്നുമില്ല. ഒരുപാട് വേറെ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ എക്സസൈസിനെ പറ്റി പഠിക്കുക, നമ്മൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യുക. പിന്നെ ജിമ്മിൽ പോയിട്ട് അതേപോലെ തന്നെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മളുടെ കേസായിട്ട് ക്ലിനിക്സിൽ വരാറുണ്ട്. അതിലൊരു മേജർ കേസാണ് ഷോൾഡർ ഇഞ്ചുറീസ്. പിന്നെ അത് വരുന്നതെന്ന് വെച്ചാൽ ബൈസെപ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല മസിൽമാനാണെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം പോയിട്ട് നല്ലതായിട്ട് 10 കിലോ 20 കിലോ വെയിറ്റൊക്കെ ഫസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കും. അത് കൂടുതലായിട്ട് ടെൻഡനൈറ്റീസും ബൈസെപ്സ് ഇഞ്ചുറീസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അത് അവരുടെ കൂടുതൽ പിന്നീട് ജിമ്മിൽ പോകുന്നതും അവരുടെ ഫിറ്റ്നസ്സിനെ അത് ബാധിക്കും. അപ്പോൾ അവരതേപ്പറ്റി മനസ്സിലാക്കി പതുക്കെ വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിനെല്ലാം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസിയിലൂടെ മാത്രമേ നമുക്ക് ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വേറെ കേസ് എന്ന് പറയുന്നത് ബാക്ക് പെയിൻ. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, എന്തിനാണെന്ന് വെച്ചാൽ വയറ് കൂടി, അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് റീസെൻ്റ്ലി കുറേ ആൾക്കാർ സയാറ്റിക്ക, അതേപോലെ തന്നെ ഡിസ്ക് ഇഞ്ചുറീസ്, മസിൽ സ്ട്രെയിനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്ത് അല്ലാത്തത് കൊണ്ടും അതിന് സപ്പോർട്ടീവായിട്ടുള്ള ടിഷ്യൂസിൽ നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു പക്ഷേ ഒരു ട്രെയിനർക്ക് അത്രയ്ക്ക് നമ്മളൊരു പക്ഷേ ജിമ്മിൽ പോകുമ്പോൾ ട്രെയിനറിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല ചെയ്യുന്നത്, കാരണം അത് എക്സ്പെൻസീവ് ആണ് ട്രെയിനറെ എടുക്കുമ്പോൾ. അപ്പോൾ അവർ ജിമ്മിൻ്റെ എക്സ്പെൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്നുള്ള എൻ്റെ വയറ് കുറയണം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഫിറ്റ് ആവണം എന്നുള്ളൊരു ഈസി മെത്തേഡിൽ ഇത്ര വെയിറ്റ് എടുക്കാൻ പറഞ്ഞുള്ള ആരുടെയും പുഷ് ആവാം. പക്ഷെ അത് ഒരു പരിധി വരെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 7 days വീക്കിൽ നമ്മളൊരു 4-5 ക്ലിനിക്കൽ കണ്ടീഷൻസ്, ഡിസ്ക് ഇഞ്ചുറി ഇങ്ങനെ വരുന്നതുണ്ട്. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒറ്റ ദിവസത്തെ അസസ്മെൻറ്റ്, ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പൂർണ്ണമായിട്ട് റിക്കവറി കിട്ടില്ല. ബട്ട് ദേ ആർ ഡൂയിങ്, ആഫ്റ്റർ ദാറ്റ് ദേ കറക്റ്റ് ദ എക്സസൈസ്, ഗെറ്റിംഗ് ഇംപ്രൂവ് ലൈക്ക് ദാറ്റ്. നമ്മുടെ സർക്കിളിൽ തന്നെ ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്. ഇപ്പം തന്നെ എക്സസൈസ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം ഒരു സ്പോർട്സ് ആക്ടിവിറ്റി തിരഞ്ഞെടുത്ത് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരുപാടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റിക്കറിങ് ഇഞ്ചുറീസ് സ്വാഭാവികമാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ അത്ലറ്റ്സിന് വേണ്ടിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? അത് ഫിസിയോതെറാപ്പിയിൽ നമ്മളതിനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് മസ്കുലോസ്കെലറ്റൽ ആൻഡ് സ്പോർട്സ് ഫിസിയോതെറാപ്പി. അപ്പോൾ അത് പഠിച്ച ഒരാൾക്ക് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് കുറച്ചുകൂടെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിൽ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഹെൽന
സ്പോർട്സ് ഫിസിയോതെറാപ്പിയിലും കൂടെ സ്പെഷ്യലൈസ്ഡ് ആണ്. ഞാൻ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പേഷ്യൻസ് എനിക്ക് സ്പോർട്സ് ഒത്തിരി പേര് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ടെക്നോളജിയും പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് ലോസും. ഈ സ്പോർട്സിൻ്റെ അകത്ത് വെയിറ്റ് BMI മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 5-7 ഇയേഴ്സായിട്ട് നമ്മൾ റിസർച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടും കാണുന്നുണ്ട്. പിന്നെ റിക്കവറി ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ പീരീഡിൽ എക്സസൈസ് ചെയ്യണം. അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ട്രെയിനിങ് അല്ല ഫുട്ബോൾ കളിക്കുന്ന ഒരാൾക്ക് ട്രെയിനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പഠിച്ച ഒരാൾക്ക് അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ജിമ്മിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു 2-3 ദിവസം പെയിൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി തുടങ്ങുമ്പോഴും ഈ ഒരു പെയിൻ അനുഭവിക്കാറുണ്ട്. ഇങ്ങനെ പെയിൻ വരുന്ന സമയത്ത് ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യണോ ചെയ്യേണ്ടത്, അതോ അത് കണ്ടിന്യൂ ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അതൊരു ക്രൂക്കറ്റ് ക്വസ്റ്റ്യനാണ്. ഈ ജിമ്മിൽ പോയി നമ്മൾ അല്ലെങ്കിൽ നമ്മളൊന്ന് നടക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്താൽ പിറ്റേ ദിവസം വരുന്നൊരു വേദനയുണ്ട്. അതിനെയാണ് ഡോംസ് എന്ന് പറയും, ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ്. അത് നോർമലാണ്. അത് നമ്മൾ ആക്ടിവിറ്റി കഴിഞ്ഞാൽ 48 അവേഴ്സോളം അത് നിലനിൽക്കും. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ആ വേദന നമ്മൾ ഓർമ്മപ്പെടുത്തും. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പം നമ്മൾ പെട്ടെന്നൊരു സ്പോർട്ട് ആക്ടിവിറ്റി ചെയ്തു, അല്ലെങ്കിൽ ജിമ്മിൽ നമ്മൾ നന്നായിട്ടൊരു വെയിറ്റ് എടുത്ത സമയത്ത് നമ്മളൊരു ക്രാക്കിംഗ് പോലെ കേട്ടു, അല്ലെങ്കിൽ ഡിസ്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തൊക്കെ ഒരു പൊട്ടൽ അല്ലെങ്കിൽ ഒരു തെന്നലൊക്കെ പോലെ തോന്നി, ഭയങ്കര സിവിയർ പെയിൻ വന്നു. ആ പെയിൻ വെച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇത് എല്ലാം ആൾക്കാരിലോട്ട് ഇൻഫർമേഷൻസ് എത്തിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ബോഡി പോലെ ആയിരിക്കില്ല തസ്നിയുടെ ബോഡി. ഈച്ച് ബോഡി ഈസ് ഡിഫറെൻറ്റ്. എല്ലാവരുടെ BMIയിൽ ഡിഫറൻസ് ഉണ്ട്, ഹൈറ്റ്, വെയിറ്റ്. അപ്പോൾ അതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രെയിനിങ് ആയാലും ഈവൻ ഫിസിയോതെറാപ്പി ആണെങ്കിലും സജസ്റ്റ് ചെയ്യുന്നത്. ഫിസിയോതെറാപ്പി എല്ലാത്തിൻ്റെയും പരിഹാരമല്ല. ഇതൊരു പാരാമെഡിക്കൽ കോഴ്സിൽ പെട്ടതാണ്. ഇതൊരു നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. വേറെയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് ഏതിലാണ് പേഷ്യൻറ്റിന് സൊല്യൂഷൻ കൊടുക്കുന്നത് അവിടേക്കാണ് നമ്മൾ റൈറ്റായിട്ട് സജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ക്വിക്ക് ഫയറിലോട്ട് പോവാം. ഇന്നത്തെ കാലത്ത് എല്ലാവരോടും ഒരു എക്സസൈസ് ചെയ്തിരിക്കണം എന്ന് പറയേണ്ട ഒരു ചാൻസ് കിട്ടിയ ഏതാണ് പറയാം? ക്രൂക്കഡായിപ്പോയോ? കുറച്ച്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, WHO റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് 30 to 45 മിനിറ്റ്സ് വീക്ക്ലി 3 to 4 ഡേയ്സ് എക്സസൈസ് ചെയ്യാം. ഏത് എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ മെൻഷൻ ചെയ്തിട്ടിരിക്കും. അപ്പോൾ 75 വയസ്സായ ഒരാൾക്കും 5 വയസ്സായ കുട്ടിക്കും 30 വയസ്സായ ഒരാളുടെയും ഫിറ്റ്നസ്സിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും പൊതുവായി നമ്മൾ കൊടുക്കുന്ന എക്സസൈസുകളാണ് റണ്ണിങ്, വാക്കിങ്, സ്വിമ്മിങ്, ഡാൻസിങ്, എയറോബിക് എക്സസൈസ് എന്ന് പറയും അതിന്. എയറോബിക് എക്സസൈസുകളാകുമ്പോൾ ഈവൻ അത് ഫാറ്റ് ലോസിനും ഫിറ്റ്നസ്സിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വെയിറ്റ് ലോസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ആളുകൾക്കിടയിൽ കുറേ ഹെൽത്ത് മിത്സ് ഉണ്ട്, അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട്. അങ്ങനെയുള്ളൊരു മിത്ത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയ എന്തായിരിക്കും? ക്യുക്ക് ഒരു വെയിറ്റ് ലോസ് സംഭവം ഇല്ല. കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ പരസ്യത്തിനൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ ഭാഗമായിട്ട് 5 kg 10 kg ഒക്കെ ഇമ്മീഡിയറ്റ്ലി കുറയുമെന്ന് പറയുന്നുണ്ട്. ഈവൻ ഗൈഡ് ലൈൻസ് നോക്കിയാൽ മാസത്തിൽ മന്ത്ലി 3 to 4 kg വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഫാറ്റാണ് പോകേണ്ടത് ബോഡിയിൽ നിന്ന്, അല്ലാതെ നമ്മുടെ മസിലോ നമ്മളെ ബോണോ നമ്മളെ വാട്ടറിൽ നിന്നോ വെയിറ്റ് പോയിട്ട് നമ്മളിപ്പം 60 kg ആണെന്ന് വിചാരിക്കുക, നമ്മൾ 55 ആയി, നമുക്ക് ലോസ് സംഭവിച്ചത് മസിൽ ലോസാണ്. മസിൽ ലോസ് സംഭവിച്ചു, അതേപോലെ നമ്മുടെ വാട്ടർ എക്സ്ട്രാ പോയി, നമ്മൾ വെയിറ്റ് കുറഞ്ഞു. അതൊരു അഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയല്ല, പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. അപ്പം ഗൈഡൻസ് ഇമ്പോർട്ടൻസ് ആണ്. സ്ട്രെച്ചിങ് ബിഫോർ വർക്കൗട്ട് ഓർ ആഫ്റ്റർ വർക്കൗട്ട്? രണ്ടും വേണം, ബിഫോറും വേണം ആഫ്റ്ററും വേണം. പിന്നെ അതിൽ ചില ഗ്രൂപ്പ് ഓഫ് മസിൽസിനാണ് സ്ട്രെച്ചിങ് വേണ്ടത്. അതായത് ടൈറ്റ് ആയിട്ടുള്ള മസിൽസിനെയാണ്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ടൈറ്റ് മസിൽസിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യും. അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫ്ലെക്സിബിലിറ്റി കൂട്ടും. അപ്പോൾ യൂഷ്വലി സ്പോർട്സിനോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോകുമ്പോൾ അവർ സ്ട്രെച്ച് ചെയ്തിട്ട് പോയാൽ ദേ വിൽ ഗെറ്റ് ഫ്ലെക്സിബിലിറ്റി. പക്ഷേ സ്ട്രെങ്തനിങ്ങിലായിട്ട് നമ്മൾ പോകാറുണ്ട്. നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പം ചില ഗ്രൂപ്പ് ഓഫ് മസിൽസ് നമുക്ക് വീക്കായിരിക്കും. ഈ വീക്ക് മസിൽസിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ട കാര്യമില്ല, അവരെ നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ സ്ട്രെങ്തനിങ്ങിലേക്ക് വിടുക. വാക്കിംഗ് ഓർ റണ്ണിങ്? ബോത്ത് ആർ ഗുഡ്. യോഗ ഓർ ജിം? ബോത്ത് ഗുഡ്. എനി ഡിഫറൻസിയേഷൻ? യെസ്. അത് ആൾക്കാരുടെ
ഇഷ്ടമാണ്. അപ്പം ചിലർക്ക് യോഗ ആയിരിക്കാം താല്പര്യം, ചിലർക്ക് ജിമ്മായിരിക്കാം താല്പര്യം. അപ്പം നിങ്ങളുടെ ആളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മളത് തിരഞ്ഞെടുക്കുന്നത്. ആളുടെ ഇഷ്ടം എന്നല്ല, ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും ചിലപ്പോൾ ജിമ്മ് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഒരു ഡിഫോൾട്ടായിട്ട് ചോദിക്കുന്നതല്ല, ഇന്നത്തെ ജനറേഷനെ നമ്മുടെ ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റ് ആ ഒരു ജനറേഷനെ വീക്കറാക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളിൽ? ടെക്നോളജി അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പല കാര്യങ്ങളിലുണ്ട്, പക്ഷേ ഒരു സൈഡിൽ നല്ല വീക്ക്നെസ് ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പോസ്റ്ററിൻ്റെ കാര്യത്തിൽ കുട്ടികൾ കണ്ടിന്യൂസ്ലി ഉള്ള സ്ക്രീൻ ടൈം, മിക്ക കുട്ടികൾക്കും സ്പെക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴുത്ത് പോസ്റ്റർ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അവർ ആക്ടിവിറ്റി കുറയുന്നുണ്ട്, കളിക്കാനും സാധാരണ പോലെയുള്ള ഓട്ടവും ചാട്ടവും എല്ലാം കുറഞ്ഞിട്ട് കൂടുതലും യൂട്യൂബും പിന്നെ അതേപോലെ തന്നെ സ്ക്രീനിലുമാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അതുവഴി ഒബീസിറ്റിയും ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ലീഡ് ടു അതർ ഇഷ്യൂസ് ഓൾസോ. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന എല്ലാ വേദനകളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം? ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ട വേദനകളാണ്? എല്ലാ വേദനകളും സീരിയസ് പെയിൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ആക്ച്വലി നമ്മളെ പെയിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പെയിൻ ഈസ് എ സെൻസറി ഓർ ഇമോഷണൽ എക്സ്പീരിയൻസ് അസോസിയേറ്റഡ് വിത്ത് ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ടിഷ്യൂ ഡാമേജ്. അതിനെല്ലാത്തിനും ടിഷ്യൂ ഡാമേജ് ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ ഫിസിക്കൽ പെയിൻ മാത്രമായിരിക്കില്ല, മെൻ്റലിയും അത് കണക്റ്റഡ് ആണ്. സോ അതിന് ഇവാലുവേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരു കൈക്ക് വേദന വരുന്നു, അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മൾ മറ്റുള്ള ഇഞ്ചുറീസിൽ നിന്ന് ബോഡി നമ്മളെ അനലൈസ് ചെയ്യുന്നതാണ്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് പാർട്ട്, ഇറ്റ് ഗിവിങ് സെൻസേഷൻ ടു അവർ ബ്രെയിൻ ആൻഡ് വി ആർ റിയാക്ടിങ് ടു ദാറ്റ്. സോ പെയിൻ ഈസ് ഗുഡ്. നമ്മുടെ ആളുകൾക്കിടയിലുള്ള ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഹെൽത്ത് റിലേറ്റഡ് അല്ലേ? മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് അവരാണ് എൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. ഞാൻ മലയാളി ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഞാൻ ശ്രമിച്ചിട്ടും അത്ര നടന്നിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ കഴിയതും ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അത് നമ്മളെ വർക്കും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനും പെട്ടെന്ന് സാധിക്കത്തില്ല, പക്ഷെ കഴിയതും നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സുണ്ട്, നമ്മൾ എക്സസൈസുകൾ കുറവാണ്, പിന്നെ ആൽക്കഹോളും അതേപോലെ തന്നെ ബാക്കിയുള്ള കൺസെപ്ഷൻസിനും നമ്മൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഇതൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിലൊരു ഗൈഡൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ലോസും എക്സസൈസ് ഫിസിയോളജിയിലൊക്കെ ഒരുപാട് റിസർച്ചും അതിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്നാലും നീ എന്താ അത് ട്രൈ ചെയ്യാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാരണം ബേസിക്കലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ജോലി ചെയ്തു, പക്ഷെ നമുക്ക് വൈകുന്നേരം വിശക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കിട്ടുന്ന സാധനമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാക്സിമം നമ്മൾ ക്വാളിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഒരു പരിധി വരെ. നമുക്കിപ്പം ജിമ്മിൽ പോകണമെങ്കിലും നമുക്കൊരു വെയിറ്റ് ലോസ് സജഷൻ വേണമെന്നുണ്ടെങ്കിലും എന്ത് ട്രീറ്റ്മെൻറ്റ്സിനും എന്ത് കാര്യത്തിനും നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും ഇല്ലാത്ത ഒരാളോട് നിങ്ങളിങ്ങനെ ചെയ്യുക, നിങ്ങൾ ഈ ഡയറ്റ് ചെയ്യുക, അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ എന്നെ കൊണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എനിക്കിതിൻ്റെ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അസസ്മെൻറ്റും കൺസൾട്ടേഷനും ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന എൻ്റെ പേഴ്സണലി അറിയുന്നവരോട് ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, എക്സസൈസിൻ്റെ സജഷൻസ് വേണോ, എനിക്കിങ്ങനെയാണ് എൻ്റെ പേഴ്സണലി കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതെപ്പോഴും പോസിറ്റീവായിട്ട് വരാറുമില്ല, നെഗറ്റീവ് കമൻസും കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വെറുതെ എങ്കിലും പോയി ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ആളുകളാണെങ്കിൽ എന്ത് സിംറ്റംസ് കണ്ടാലും അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സ്വയം വിധി എഴുതും, ഇന്നതാണ് അസുഖം എന്ന്. അങ്ങനെയുള്ളവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്. എനിക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ്, ടെന്നിസ് എൽബോ ആണ്, പ്ലാന്റർ ഫേഷ്യേറ്റിസ് ആണ്, സയറ്റിക് ആണ്. ഇതൊക്കെയാണ് ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ്. അവർ തന്നെ സ്ഥിരീകരിക്കും. പിന്നെ ചിലർ ഓർത്തോപെഡിക് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് കൺസെൻ്റ് ഒക്കെ വാങ്ങിച്ച് റെഫറലും കൊണ്ട് വരുന്നുണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ എല്ലാം ഗൂഗിൾ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്ലാന്റർ ഫേഷ്യേറ്റിസ് അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പം അതിനും നമ്മൾ കംപ്ലീറ്റ്ലി ഗൂഗിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ നോക്കുന്നത് നല്ലതല്ല. ഈ ഫുഡ് റിഫ്ലക്സോളജി എല്ലാം ഈ ഫിസിയോതെറാപ്പിയുടെ ഭാഗമാണോ? അല്ല.
ഫുഡ് റിഫ്ലെക്സോളജി വേറെയാണ്. മെഡിക്യൂർ ക്ലിനിക്കിൽ ഫിസിയോതെറാപ്പി സെഷന് വേണ്ടി ഹെൽനയുടെ മുന്നിൽ വരുന്ന ആളുകളിൽ സാധാരണയായി കണ്ടുവരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസ് എന്താണ്? കണ്ടീഷൻസ് നമ്മൾ കൂടുതലും മസ്കുലോ സ്കെൽറ്റൽ ഓർത്തോ റിലേറ്റഡ് കണ്ടീഷൻസ് ആണ് പെയിൻ മാനേജ്മെൻറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഷോൾഡർ പെയിൻ, അതിൽ ഫ്രോസൺ ഷോൾഡർ കേട്ടിട്ടുണ്ടോ? ഫ്രോസൺ ഷോൾഡർ, പിന്നെ ബൈസെപ്സ് ഇഞ്ചുറീസ്, പിന്നെ നെക്കിലോട്ട് വന്നാൽ സർവൈക്കൽ സ്പോണ്ടിലോസിസ്, നോർമൽ നെക്ക് പെയിൻ ലൈക്ക് ട്രപ്പീസിയം, നമ്മളിവിടെ ഒരു മേജർ ഒരു മസിലുണ്ട് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ട്രപ്പിസൈറ്റിസ് നെക്ക് പെയിൻ. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന നമുക്ക് ലെംബാർ വെർട്ടിബ്ര എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ലെംബാർ ഏരിയയിൽ കൂടുതൽ ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസുകൾ കാണാറുണ്ട്. അവിടെ സ്പോണ്ടൈലോസിസ് ഉണ്ട്, സ്പോണ്ടൈലോ ലിസ്തിസിസ് ഉണ്ട്. പിന്നെ സയാറ്റിക്ക ഒരു കോമൺ കണ്ടീഷനാണ്. സയാറ്റിക്ക എല്ലാവരും കേട്ടിട്ടൊരു കോമൺ ടേമാണ്, കാലിലോട്ട് നെർവ് പെയിൻ ആവുന്നത്. പിന്നെ മുട്ടിലോട്ട് വരുവാണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ്, പിന്നെ കാഫ് പെയിൻ വരാറുണ്ട്. പിന്നെ പ്ലാന്റർ ഫേഷ്യേറ്റിസ്, ആംഗിൾ പെയിൻ, പ്ലാന്റർ ഫേഷ്യേറ്റിസ്, അങ്ങനെ ഇതാണ് കോമൺലി കാണുന്നൊരു കണ്ടീഷൻ. പിന്നെ നമ്മുടെ സർവീസിനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മേജറായിട്ടുള്ളൊരു പാർട്ടാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി. അപ്പോൾ നമുക്കതിനൊരു സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഷീസ് എ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ്. ഹർ നെയിം ഈസ് ദീപ പാലക്കൽ. ആൻഡ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഫിറ്റ്നസ് റീഹാബിലിറ്റേഷൻ ഉണ്ട്. അതായത് ഏത് പെയിന് വന്നാലും അതിൻ്റെ ഒരു റീസൺ മസിലിൻ്റെ വീക്ക്നെസ്സോ മസിൽസിൻ്റെ സ്ട്രെങ്ത്തോ ഇല്ലാത്തതായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള LPG മെഷീനും EMS ഇലക്ട്രിക്കൽ മസ്കുലർ സ്റ്റിമുലേറ്ററും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മുടെ കുറച്ച് മുതിർന്നവർ, എൽഡർലി പീപ്പിൾ അല്ലെങ്കിൽ ഡയബറ്റിക് പോലുള്ള ക്രോണിക് ഡിസീസ് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാവിലെ എണീക്കുമ്പോൾ കാല് കുത്തുമ്പോൾ ഉപ്പുറ്റിയിലുണ്ടാകുന്ന വേദന, കയ്യിനും കാലിനും ഉണ്ടാകുന്ന തരിപ്പൊക്കെ, അതും ഫിസിയോതെറാപ്പിയിൽ പെടുന്നതാണോ, അല്ലെങ്കിൽ അതിന് ഫിസിയോതെറാപ്പിയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടോ, എങ്ങനെയാണ്? ഫിസിയോതെറാപ്പിയിൽ സൊല്യൂഷൻ ഉണ്ട്. ഡയബറ്റീസ് ഒരു കണ്ടീഷനാണ്. ഡയബറ്റീസ് ടൈപ്പ് 1, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2 ആണ് കോമൺലി കാണുന്നത്. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഓവറോൾ മെറ്റബോളിസം കുറയുന്നത് വഴി കാലിൽ മാത്രമല്ല പെയിൻ വരുന്നത്, അത് ഒരുപാട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഉപ്പൂറ്റി വേദന, കാല് കുത്തുമ്പോൾ വേദന, അത് ഓഫ് കോഴ്സ് ഒരു 90% പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്നുള്ളൊരു കണ്ടീഷൻ ആവാം. പ്ലാന്റർ ഫേഷ്യേറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് നമ്മളെ ബോഡിയുടെ വെയിറ്റ് മുഴുവനും സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ്, ഒരു ബാൻഡാണ്, അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അത് ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫിസിയോതെറാപ്പി നമുക്കതിന് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ അൾട്രാസൗണ്ട്, ടെൻസ്, പിന്നെ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഓവർ വെയ്റ്റും ആകാം ഈ പ്ലാന്റർ ഫേഷ്യേറ്റീസിന് കാരണമായിട്ടുള്ളത്. പിന്നെ പലരും തരിപ്പ്, കൈക്ക് തരിപ്പ്, കാലിൽ തരിപ്പ്, അത് ഈ കണ്ടീഷൻ അല്ല, പ്ലാന്റർ ഫേഷ്യേറ്റിസ് അല്ല. കയ്യിൽ തരിപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. ഈവൻ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതേപോലെ ഡിസ്ക് ബൾജൊക്കെ ഉണ്ടാവും. കണ്ടിന്യൂസ്ലി ഇരിക്കുന്നവർക്ക് ഡിസ്ക്, നമ്മുടെ സർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന വെർട്ടിബ്ര, അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഡിസ്ക്. ഈ ഡിസ്കിനെ പുഷ് ചെയ്തിട്ട് നമ്മളെ നെർവിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കയ്യിലോട്ട് തരിപ്പ് വരാം. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോൺ റിലേറ്റഡ്, മസിൽ റിലേറ്റഡ്, നെർവ് റിലേറ്റഡ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒരു പേഷ്യൻറ്റ് നെക്ക് പെയിൻ ആയിട്ട് വന്നു, കണ്ടീഷൻ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ആവാം, അല്ലെങ്കിൽ വെറുതെ ഒരു നെക്ക് പെയിൻ ആകാം. പക്ഷെ അത് സ്പോണ്ടൈലോസിസ് ആണോ എന്നറിയണമെങ്കിൽ നമുക്ക് എക്സ്റേ വേണം, പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റ് വേണം. ഫിസിയോതെറാപ്പിക്ക് അതിനൊരു പരിധി വരെ സൊല്യൂഷൻ കൊണ്ടുവരാനും വേദന കുറയ്ക്കുവാനും സാധിക്കും. പിന്നെ ഇതുമല്ല, തരിപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് മാത്രമാവണമെന്നില്ല. പെട്ടെന്ന് രാവിലെ ഒരു സൈഡിൽ നമുക്ക് തളർച്ചയും തരിപ്പ് വന്നാൽ അത് വേറെ സിംറ്റമാണ്. അത് സ്ട്രോക്ക് ഒരു പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, സ്ട്രോക്ക് ആകാം. പക്ഷേ ഇന്ന കാരണം കൊണ്ട് ഇന്നത് ഫിസിയോതെറാപ്പി എന്ന് പറയാൻ പറ്റൂല. സോ നമ്മളെല്ലാത്തിനും അവെയർ ആയിരിക്കുക. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് പേഷ്യൻസിന്, നമ്മുടെ എക്സ്പീരിയൻസ്, ഞാൻ കൂടുതൽ വീഡിയോസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് റിയലി എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഡെയിലി ഒരു 8-10 പേഷ്യൻസിനെങ്കിലും ഞാൻ ഇൻഡിവിജ്വലി കണ്ട് അവരുടെ കേസ് എടുത്ത് പഠിക്കുക. 8 പേരും ഡിഫറെൻറ്റാണ്. 8 ആൾ നെക്ക് പെയിൻ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ 8 പേരുടെ സിംറ്റംസും 8 പേര് പറയുന്ന കാര്യങ്ങളും ഡിഫറൻസ്, കണ്ടീഷൻ സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞ് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. ബാക്കി എല്ലാ കോഴ്സും എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പീരിയൻസ് റിയലി ഇമ്പോർട്ടൻ്റ്. ഒരു 5 years 6 years കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഏത് കണ്ടീഷനും എനിക്ക് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷനിൽ
കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഫർമേഷൻ ആളുകളിലോട്ട് എത്തിക്കുക, അത് മാത്രമാണ് ലക്ഷ്യമുള്ളൂ. തീർച്ചയായും. ഇത്രയും തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കി തന്ന മിസ് ഹെൽന മാത്യുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഹെൽന.